നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, അതിന് അതിയായ സന്തോഷമുണ്ട് കേട്ടോ. അപ്പം കഴിവുള്ള ഓരോ ആളുകളെയും ഞാൻ വീഡിയോയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ നാട്ടിൻപുറത്തുകാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. നിബു, കം ഓൺ എവരിബഡി. അപ്പോൾ ഇതാണ് നമ്മുടെ നിബു. നിബു ഫുൾ നെയിം എന്ന് പറഞ്ഞേ? നിബു എം ജോർജ് എന്നാണ് എൻ്റെ പേര്. ഞാൻ റാന്നിക്കാരനാണ്. അതാണ് റാന്നിക്കാരാണ്. റാന്നിക്കാർക്ക് പ്രത്യേക ഒരു പവറുള്ള വ്യക്തികളാണ്. അപ്പം നിബു ഇന്ന് നമുക്ക് കുറച്ച് പാട്ടുകളല്ലേ, പാട്ടുകൾ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. നിബു എന്ത് ചെയ്യുന്നു? ഇപ്പം ആദ്യം ഞാൻ പഠിച്ചത് IT ആയിരുന്നു, ഇലക്ട്രോണിക്സ്. എൻ്റെ പഠിത്തം എല്ലാം കഴിഞ്ഞു, പരീക്ഷ എല്ലാം ജയിച്ചു. ഇപ്പം ഞാൻ വീട്ടിൽ എവിടെയെങ്കിലും ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജോലി കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നിബു ഇങ്ങനെ പാടി തകർക്കാണ്. ഫസ്റ്റ് പാട്ട് പാടിക്കോ. ഏത് പാട്ടാണ് പാടുന്നത് നമുക്ക് വേണ്ടി? ഫസ്റ്റ് പാട്ട് നമ്മുടെ RDX-നകത്തെ പാട്ട്. പാടാം. പലരും ശ്രമിക്കുന്ന ഒരു പാട്ടാണ് RDX-ലെ പാട്ട്. അത് നിബു നമുക്ക് വേണ്ടി പാടാന്നാ പറയുന്നത്. നിബു പാടാം? റെഡിയല്ലേ? ഉറപ്പല്ലേ? ഉറപ്പ്. എന്നാ പഠിക്കൂ. നീല നിലവേ നിലവിനഴകെ താരമരികെ വീം ചിരികെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിന്നിതാ നിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൽ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ. സൂപ്പർ 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 അടിപൊളിയായിട്ടാണ് RDX-ലെ പാട്ട് പാടിയത്. നിങ്ങൾ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പാട്ട് പഠിക്കുന്നില്ല. അതാണ് വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് കൊച്ചിലെ തൊട്ട് പാട്ടിനോട് ഭയങ്കര കമ്പമാണ്. എനിക്ക് പാട്ട് എവിടെ കേട്ടാലും എനിക്കത് ഞാൻ നിന്നു പോകും. അതുപോലെ ഭയങ്കര പാട്ട് എവിടെ കേട്ടാലും നിന്നു പോകും. അപ്പൊ ഇങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ നിബുവിന്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സെറാ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ലിജിൻ കുന്നിലേത്തിന്റെ സെറാ മീഡിയയിൽ ഇദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയല്ലേ? കിട്ടി. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ പോലും കണ്ടത് പോലും അല്ലേ? അവിടെ അത് പാട്ടാ പാടിയേ? അവിടെ ഞാൻ പാടിയത് പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയല്ലോ, അബ്രഹാം ഓസ്ലർ എന്ന സിനിമ. അതിനകത്തെ പൂ മാനമേ ഒരു രാഗമേഘം ആ പാട്ട്. അതിൽ കൂടെ രണ്ടുപേരും പാടുവോ? ഓക്കെ, പാടാം. റെഡി ആയിക്കോ. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കണമായി ഉയരാം ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. അപ്പൊ 2 പാട്ട് നമുക്ക് വേണ്ടി പാടി. എന്നാ ഇനി ഒരു പാട്ട് പാടിത്തരാമോ? ഇഷ്ടഗാനം പാടിക്കോ. ഇഷ്ടഗാനം യേശുദാസിന്റെ ഒരു പാട്ട് തന്നെ പാടിയേക്കാം. യേശുദാസിന്റെ, അതായത് ഗാന ഗന്ധർവൻ യേശുദാസിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. നിബു എത്രത്തോളം റെഡി ആവുമെന്ന് നിങ്ങൾ തന്നെ കേട്ടോ. തുടങ്ങിക്കോ. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. എൻ്റെ നാട്ടിൽ ഇത്രയും നല്ലൊരു കലാകാരൻ ഉണ്ടാകുക എന്ന് പറയുന്നത് എനിക്ക് തന്നെ അഭിമാനമാണ്. അടിപൊളിയായിട്ട് പാടുന്നുണ്ട് നിബു. അപ്പം നിബു ഇനിയും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പറയാനുണ്ട്. എനിക്ക് അവസരം തന്ന സെറാ മീഡിയയിലും പിന്നെ ലിൻചേട്ടനും പിന്നെ ലിൻചേട്ടനും കൂടെ വർക്ക് ചെയ്ത സഹപ്രവർത്തകർക്കും അവരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരു നിധി കിട്ടിയവരായിരുന്നു
പെട്ടെന്നായിരുന്നു എല്ലാം. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സൈറ മീഡിയക്ക് ഇനിയും ഒരുപാട് പാട്ടുകൾ ഈ കാണുന്ന വീഡിയോ കാണുന്നവർ കൊടുക്കണം. പിന്നെ ലിൻചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണാതിരിക്കത്തില്ലല്ലോ ഈ വീഡിയോ. കാണുന്നുണ്ടെങ്കിൽ കയ്യിൽ എങ്ങനെ പറഞ്ഞാൽ ലിജിന്റെ കയ്യിലെത്തും. ലിജിൻ ഇതുപോലുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാണുന്നുണ്ടെങ്കിൽ അതിന് നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സൈറ മീഡിയക്ക് ഇനിയും പാട്ടുകൾ ഇവർ കാണുന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക. പിന്നെ എനിക്കും പാട്ട് പാടാനുള്ള അവസരങ്ങൾ തരിക. അതെ നിബുവിന് പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ നിബു പാടുന്നുണ്ട്. നിങ്ങൾ വീഡിയോ തന്നെ കണ്ടാണല്ലോ. അപ്പോൾ നിബുവിന് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ആരെങ്കിലും ഒരു ചാൻസ് കൊടുക്കാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിബുവിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? നിബു തീർച്ചയായിട്ടും പാടും. അടിപൊളി പാട്ട് പാടുന്നതായിരിക്കും അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ നിബുവിൻ്റെ വിശേഷങ്ങൾ. നിബുവിനെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക.